ഇനിയിപ്പോ ക്ലാസ് പോവാൻ തുടങ്ങി. ഞാനവിടെ വന്ന് കൊണ്ടാക്കാൻ പോണം. ഞാനും ഡിഗ്രി പഠിക്കട്ടെ. കാരണം ഇവര് മരിയക്കളടനെ പിടിച്ചിക്കണ്ടേ. ഇവര് ഇംഗ്ലീഷ് അതുകൊണ്ടാണ്, അല്ലാതെ അറിയാഞ്ഞിട്ട് വാങ്ങിച്ചിട്ടില്ല. മലയാളം അത് അത്ര ഇഷ്ടമില്ല. എന്താ മലയാളം ഇതും വായിക്കൊക്കെ വേണ്ടേ. ഹായ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ പോലെ, ഇന്നൊരാളെ ഞാന് സ്കൂളിൽ കൊണ്ടുപോയാക്കാൻ വേണ്ടി പോവാ. വാട്ടർ ബോട്ടില് ബാഗൊക്കെ എടുത്തില്ലേ? എനിക്ക് പോവണ്ട. എടുത്തോ? വാട്ടർ ബോട്ടില് ബാഗൊക്കെ എടുത്തിട്ടുണ്ടോ? സ്കൂളിൽ കൊണ്ടുപോയാക്കാൻ വേണ്ടി പോവാണ്, ചേർത്താൻ വേണ്ടി പോണ ദിവസമാണ്. അപ്പൊ കൈയൊക്കെ പിടിച്ച് വലിച്ച് വണ്ടി കയറ്റിയായിരുന്നു. ഇനിയിപ്പോ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഏത് സ്കൂൾ, എവിടത്തെ സ്കൂളിലേക്കാ? വെറുതെ ഇരുന്ന് സുഖം പിടിച്ചു. ആണല്ലേ? ഇനി പഠിക്കണം, പഠിച്ച് വലിയ ആളാവണ്ടേ? എനിക്ക് പോവണ്ട. പഠിച്ച് നമുക്ക് ജോലിയൊക്കെ വേണ്ടേ? കുട്ടി പോവരുത്. അടി വേണോ? അപ്പൊ നമ്മൾ എവിടെ പോണെന്ന് പറഞ്ഞു. എടപ്പാളിലേക്കാണ് കുട്ടീനെ ചേർത്താൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്താന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞല്ലേ. പോയിട്ട് വേണം നോക്കാൻ. ബാക്കി കാര്യങ്ങൾ അതാണ് അവളെ അൾട്ടിമേറ്റ് ഉദ്ദേശം. കോളേജിൽ പഠിക്കാൻ വേണ്ടി പോണത്, കോളേജിൽ പഠിക്കാൻ പോണത് അല്ലേ? ഓക്കെ, അപ്പൊ പോവല്ലേ? പിടിച്ചേ. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിലൊന്ന് നിർത്തിയതാട്ടോ. കുട്ടി നേരത്തെ കരയായതിനെ കൊണ്ടാണ് നമ്മള് വീഡിയോ എടുത്ത് അവിടെ തുടങ്ങിയില്ലായിരുന്നു. ഇപ്പൊ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മളിതാ തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് വാട്ടർ ബോട്ടിൽ മേടിച്ചു തന്നില്ലല്ലോ. വാട്ടർ ബോട്ടിലൊക്കെ മേടിച്ചാൽ ആദ്യം ചേർത്തിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് കരഞ്ഞ അടി ഇട്ടോ. അടി വേണോ? ഞാൻ ഇറങ്ങി ഓടും, ചാടുട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരാളും കൂടി കാണാണ്ട്. എന്റെ കുറെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. എന്റെ ബെസ്റ്റ് എന്റെ പാർട്ട്ണറായിട്ട് പറയാം, ഫ്രണ്ടായിട്ട് പറയാം, ക്ലോസ് ഫ്രണ്ട്, നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗം തന്നെ ആയിട്ടുള്ള ഒരാളാണ്. അവളും കാണണം. അതിനിടയ്ക്ക് പൊക്കണം അവളെ, അല്ലെ? പൊക്കിട്ട് വേണം നമുക്ക് പോകാൻ. നമുക്ക് നല്ല സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. എന്താണ് റിസംബ്ലൻസ്? ലൈക്ക് എന്റെയും ബെസ്റ്റ് ഫ്രണ്ടിന്റെ നാടാണിത്. ആണോ? എടപ്പാള്. ഹക്കിൽ അബ്ദുള്ള. അവനിവിടെ ഇല്ലാത്തോണ്ടില്ല, ഞാനും കണ്ടത്. അതെ, ഇവിടെ ഇന്നലെ എന്നോട് പറയാണ് ഈ വണ്ടിയൊക്കെ നാളൊന്ന് കഴുകണം കേട്ടോ. ഹക്കിലിന് കാണുന്നെന്ന് പറഞ്ഞു ഞാൻ. ഫ്രണ്ടിനെ കാണാൻ പോണം. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് വരണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വണ്ടി കഴുകിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ അവനിവിടെ ഇല്ല. അതെ, ഈ ഹൈവേയിലേക്ക് ഇപ്പുറത്തെ റോട്ടിലേക്ക് ഇല്ലേ, ഈ മെയിൻ റോഡിലേക്ക് ഡൈവേർഷൻ അവിടെ നിന്ന് ഉണ്ടായിരുന്നു. അതിലേക്ക് ഞങ്ങൾ കേറി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു കേറിയപ്പോ? എന്ത് സുഖം ഇങ്ങനെ എനിക്ക് തോന്നുന്നത്. കൊച്ചിയിലേക്കൊക്കെ അങ്ങനെയാണ്. എന്ത് സുഖമായിരിക്കും. ചേളാരി കഴിഞ്ഞ പാടന്നെ ഒരു കട്ടിങ്ങില് നേരെ അവിടേക്ക് കയറിയിട്ട് ഒരു ജംഗ്ഷൻ വരുന്നുണ്ടെന്ന്. ആ ജംഗ്ഷൻ ഇതിലേ ഇങ്ങനെ ഒതുങ്ങി പോവാതെ അതിലെ നമ്മള് സുഖമായിട്ട് കേറി ഇപ്പുറത്ത് കൂടെ കയറി. ഒരു കൊല്ലം കൊണ്ട് കഴിയണ്ടല്ലേ? ഇനി കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളൂ. നമ്മളെ ഈ ഏരിയയിലൊക്കെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗം ഉള്ളൂ തോന്നുന്നുണ്ട് ഇനി കഴിയാൻ വേണ്ടിട്ട്. എന്താല്ലേ കിട്ടില്ലായിരിക്കും. കൊച്ചി പോണവർക്ക് ആലോചിക്കുള്ള പോവാം. അങ്ങനെ വീണ്ടും നമ്മൾ ഈ റോട്ടിൽ കയറിയിരിക്കുകയാണ്. എന്താ സുഖല്ലേ? ഇതൊക്കെ ഇതേപോലെ ഒന്ന് കൊച്ചി പോണ ആലോചിച്ചൊക്കെ. എനിക്കതാണ് ഏറ്റവും വലുത്. കാരണം കഷ്ടപ്പെട്ട് ഇടുക്ക് റോട്ടിൽ കൂടിയും ഈ ട്രാഫിക്കും ഇതൊക്കെ സഹിച്ച് കുണ്ടും കുഴിയും ഒക്കെ സഹിച്ച് പോണതിനെക്കാട്ടും ഇതുപോലെ പോയാൽ ഇങ്ങനെ പോവാം. അടിപൊളി. അങ്ങനെ എടപ്പാൾ, നമ്മളിപ്പോ എടപ്പാളിലാണല്ലോ. വിളിക്കാനുള്ള ഒരാളുണ്ട്. വണ്ടിയൊക്കെ സൈഡാക്കിട്ട് സേഫ് ആയിട്ട് വിളിക്കുന്നു. ഹലോ, നിങ്ങളെ വീട്ടിന്റെ അടുത്തെത്താനായി മാറ്റിയോ? മാറ്റിട്ടൊന്നുമില്ല. കേറി വായോ. എന്റെ കുട്ടിയുടെ അതിന് എന്റെ കുട്ടീനെ കയറ്റാൻ കേട്ടാ. അങ്ങനെ ഓക്കെ അങ്ങനെയാണ്. അതല്ല, ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചില്ലേ? ആരുമില്ലാന്ന് പറഞ്ഞിട്ടാണ്. എന്ത് നിനക്ക് ഉണ്ടാക്കാൻ വയ്യേ? എന്താണ്? അപ്പൊ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ എന്റേതായ ഒരു അങ്ങനത്തെ സംഭവമൊക്കെ വേണം.
എങ്ങനത്തെ സംഭവം? എനിക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊന്നും ബിരിയാണി ഒന്നും വെക്കാൻ പറ്റില്ല. പറ്റൂല? അതെന്താ? നീ തള്ളമാര് വഴിന്റെ കാണരുത്, മനസ്സിലായല്ലോ? എടി കെട്ടി കുട്ടികളായി തള്ളായി. അപ്പൊ ഇയൊക്കെ 10 തന്ത വേണ്ട സമയം കഴിഞ്ഞു, നേരെ വൈകിയതല്ലേ? ആണോ? എന്റെ വീട്ടിന്റെ പൊരന്റെ മാളികപ്പുറത്തിന്റെ മുന്നിലെത്തി. അതിന്റെ ഗേറ്റ് ഇപ്പൊ തുറക്കട്ടെ നമുക്ക്. തുറന്നു ചട്ടി ഓളെ ചെടിയൊക്കെ പുറത്തിറക്കി. അത് വേറൊരു കാര്യമുണ്ട്. എടി എന്റെ വണ്ടി ഒന്ന് കഴുകി തരുമോ? ഞാൻ അങ്ങോട്ട് വരുമ്പോ ആകെ ഒരു പ്രതീക്ഷയല്ല വന്നത്. ഞാൻ എല്ലാവരോടും പറഞ്ഞു നീ ഭയങ്കര സ്നേഹമുള്ള ആളായതുകൊണ്ട് വണ്ടിയൊക്കെ കഴുകി തരുന്നൊക്കെ. ഇതെല്ലാരും മനസ്സിലായത് അർച്ചന്റെ മോളാട്ടോ. ഹായ് മോളെ. പിങ്കി മോളെ കയ്യുണ്ടോ? നോക്ക് അമ്മയും മോളും ഒരേ വലിപ്പല്ലേ. ഹായ്. എവിടെ അതെ ഇതൊക്കെ തന്നിട്ട് പോയി. ഇത് വേറില്ല കളിക്കാന്? വേറില്ല? അതാ എന്താ കളിക്കാനുള്ളത്? ഈ വർത്താനം പറയില്ല? അമ്മനെ പോലെ തന്നെ വർത്താനം പറയില്ല? അമ്മ നമ്മളോട് വർത്താനം പറയും. അല്ല വീഡിയോ എടുക്കുമ്പോ വർത്താനം പറയില്ല. മോളെ പിങ്കിയെ അന്റെ പിങ്കി പിങ്കി അതെ. എല്ലാ മുട്ടും കുത്തി അവിടെ അത് ഓടിക്കുന്നു, വണ്ടി ഓടിക്കുന്നു ഇങ്ങനെ. കൊള്ളാല്ലേ? ഒന്ന് വേണോ? എന്തിനാ? ഒരു വീട്ടിൽ വന്ന ഇങ്ങനെ കൊണ്ടുവരുന്നത്. പിങ്കിയെ ഞങ്ങള് വരുന്നതിന്റെ മുന്നേ എന്ത് ചെയ്യണം എന്നറിയാം? ഇതൊക്കെ അന്ന് അടിച്ചു വെക്കണം. വരാ ഞങ്ങള് കഴിക്കാൻ പോരാ. എന്റെ കുട്ടീന്റെ ഈ സാധനം ഉണ്ടല്ലോ, ഇവള് കളിച്ചിട്ട് കേടരുത്തി. ഇത് കേടരില്ല എന്നിട്ടോൾ എന്തോ ചെയ്ത് അത് പോയില്ല. എടി ആണല്ലേ? നിനക്കൊരു കാര്യം അറിയോ? അന്റെ മോളെ പേര് പിങ്കി, ഇത് ഇങ്കി, ഇത് സിങ്കി. പക്ഷെ ഞങ്ങളെ കുട്ടിക്ക് ഇടാന്ന് വിചാരിച്ചിരുന്ന പേരായിരുന്നു അത്. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് ആലോചിക്കുന്നത്. ഹായ്, ഇതാണ് അർഷന്റെ സിസ്റ്റർ. ഹായ്. സിസ്റ്റേഴ്സ് ഉണ്ട്, 2 ആൾക്കാരുണ്ടല്ലേ. ഒരാൾ അതിന്റെ പുറകില്. അതായത് കുഞ്ഞു മക്കളെ കൂടെ ഇവള് പോകാൻ പോണ് ഡിഗ്രിക്ക്. ആലോചിച്ചോക്കിയ +2 കഴിഞ്ഞ കുട്ടികളെ കൂടെ. പോട്ടെ. അർഷന്റെ നാട്ടിൽ വന്നിട്ട് ഒരു ഫുഡ് പോലും അവള് മേടിച്ചു തരുന്നില്ല. നമ്മളോട് പറഞ്ഞത് മന്തിയൊക്കെ മേടിച്ചു തരാ പറഞ്ഞത്. അവള് മന്തി ഇല്ല, ഒരു തേങ്ങയില്ല. പോട്ടെ എന്നാല്. ഉറപ്പാണോ? പറ്റിക്കോ? നോക്ക് ഇവളും ഞാനൊക്കെ ഉണ്ടല്ലോ വിശന്നതായി നിൽക്കുകയാണ്. ഞാൻ അവള് പറഞ്ഞെന്താ പറഞ്ഞാൽ അർച്ചന്റെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്നുള്ളതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ നമ്മളെ പറ്റിക്കരുത്. ഇറങ്ങട്ടെ എന്നാല്. ഇവിടെ കോളേജിൽ പോയി ചേർത്തിട്ട് നിന്നെ വിളിക്കാം. നീ വരുമോ? ഓക്കെ. ബൈ പറഞ്ഞല്ലോ. ബൈ. അതെ ഓള് പറഞ്ഞേട്ടാ. ഹർഷ പറഞ്ഞ സംഭവം എനിക്ക് പേടിയായി. ഇവനിപ്പൊ എന്താ ചെയ്യാൻ പോയതെന്ന് വെച്ചാല് നൈസായിട്ട് ഹർഷനെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ കൂടെ ഹർഷനെ വിടും. എന്നിട്ട് അവൻ നല്ലപോലെ കാറിലിരിക്കും. കാരണം അവന് അത്ര മെനക്കെട്ട പണികളൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ എന്തായി? ബാങ്ക്, ഞാൻ പറഞ്ഞ ബാങ്ക്, ഈ സർക്കാർ ഓഫീസുകള്, അതുപോലെ തന്നെ ഹോസ്പിറ്റല്, ഈ സംഭവങ്ങളില് എന്നെ കൊണ്ടാകാതെ പറ്റാതെ. പക്ഷെ ഇന്ന് ഞാൻ അവനെ കൊണ്ട് പറ്റിക്കും. അല്ല പറ്റിക്കലല്ല, അതിനല്ലേ ഈ ഉള്ളത്. ഞാനുണ്ട്, എന്റെ ഗാർഡിയനായിട്ട് നീ വരണം. അങ്ങനെ വേണ്ടേ? ഒരു സ്കൂളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തുമ്പോ മാന്യമായിട്ട് ചോദിച്ച് ഗാർഡിയനായിട്ട് എന്റെ കൂടെ വരണ്ടേ നീ? അല്ലത് ആവശ്യത്തിന് ഇൻസ്റ്റിറ്റ്യൂഷൻ, കോളേജ് അല്ലത്. കോളേജ് ഇത്രയും കാലം ഇൻസ്റ്റിറ്റ്യൂഷനിലല്ലേ പഠിച്ച, വായിൽ അതേ വരുന്നുള്ളൂ. അതുകൊണ്ടാ. അപ്പൊ സംഭവം എന്താന്ന് പറഞ്ഞുതരാം. ആക്ച്വലി ഇവള് CA പഠിക്കല്ലേ. ACCA പഠിക്കുന്നതിനെ കൊണ്ട്
സംഭവം അതിന്റെ ആദ്യത്തെ ടൈമില് +2 കഴിഞ്ഞിട്ട് അവൾ എടുത്ത അങ്ങനെ ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഡയറക്റ്റ് ആണ് എടുത്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ എനിക്ക് ഇപ്പൊ കോളേജിൽ പോകണം എന്നൊരു തോന്നല്. അതെ. അപ്പൊ അങ്ങനെ ഞാനിപ്പോ കോളേജിൽ പോകാൻ വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷെ കിട്ടിയത് ഇവിടെയാന്ന് മാത്രം. കിട്ടിയത് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത്, അതായത് നമ്മുടെ ഈ കുറ്റിപ്പുറത്താണ് കിട്ടിയത്. കുറ്റിപ്പുറത്തല്ല, എടപ്പാളിലാണ് കിട്ടിയത്. ഒരു കോളേജിലാണ് കിട്ടിയത്. മെറിറ്റ് ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുള്ളൂ. അപ്പൊ മെറിറ്റിൽ ഇവിടെ കിട്ടി. പക്ഷെ ഇവിടെ നമ്മള് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇനി ഹയർ ഓപ്ഷനിൽ കിട്ടുവാണെങ്കിൽ നമ്മള് കാലിക്കറ്റിലേക്ക് തന്നെ മാറുന്നതായിരിക്കും. അതെ. അപ്പം ടെമ്പററി ആയിട്ട് ഇപ്പൊ എടുത്തിടുകയാണ്. അപ്പൊ ഇനി തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്. തേർഡ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ അവിടേക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ കുട്ടീനെ ചേർത്താൻ വേണ്ടി പോണത്. അപ്പൊ ഞാൻ പരമാവധി അർച്ചന അവിടുന്ന് വിളിച്ച്. പക്ഷെ ആർഷക്ക് കുഞ്ഞുള്ളതുകൊണ്ടാ. കുഞ്ഞല്ല, ഞാൻ അവസാനം ചോദിച്ചില്ല, ഞാൻ പിന്നെ ചോദിച്ചോളൂ എന്താ അർച്ച. അല്ല, ഇത് ഇപ്പൊ ടൈം എടുക്കണ പരിപാടിയാണ്. അപ്പോൾ പറഞ്ഞ ടൈം എടുക്കുന്നത്. ഇത് ഞാൻ ഓളോട് പറഞ്ഞതാ, ടൈം എടുക്കും, എനിക്കറിയാം. ടൈം എടുക്കണം. ഇതുകൊണ്ടാണ് ഞാൻ അധികം കൂടുതലായിട്ട് പഠിക്കാൻ ഞാൻ ഡിഗ്രിയിൽ തന്നെ നിർത്തിയത്. അല്ലെങ്കിൽ ഞാൻ PGയും മറ്റേതും PhDയും MA MMSD ഒക്കെ ഞാൻ തുടങ്ങണുള്ളൂ. ഞാനിനി ഇവനോട്ടുള്ള റിവെഞ്ചിന് ഓരോ കോളേജിലേക്ക് പോയി ചേരും. എന്നിട്ടാണ് ഇന്നെ തന്നെ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോ കൊണ്ടോ. അതെങ്ങനെ? ആദ്യം BSc ചെയ്യും, പിന്നെ MSc ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ PhD ചെയ്യും. പ്രകൃതി രമണിയൊക്കെ ഉള്ള സ്ഥലം. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ രമണിയില് പഠിക്കാൻ പോകുന്നത്. പ്രകൃതി രമണിയില്. കാരണം ഞാൻ എന്താ പറയാ, സിറ്റിയില് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ സിറ്റി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ബിസിനസ് ക്ലാസ്സില് 2000 ഇത്ര മുതൽ നടക്കാൻ തുടങ്ങിയതാണ്. നല്ല ഭംഗിയുണ്ടല്ലോ. അയ്യോ, നെല്ല് നിന്നെ കാണാന്. ഗ്ലാസ് വെച്ചപ്പോ ഭയങ്കര ലുക്ക്. ആടോ, അത് പറയേണ്ട ആവശ്യമുണ്ടോ? അത് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഞാൻ ഇവിടെ കാണിച്ചു. ഞാനേ ഒരു 1 year ഇവിടെ ഒരു പശുവിനെ സെറ്റ് ആയിട്ട് ഇങ്ങനെ മേയിച്ച് നടക്കുമ്പോ പാലൊക്കെ കറന്ന് രാവിലെ മറ്റേ പത്രം ഇടാനൊക്കെ പോകുന്ന വില്ലേജ് ഗേൾ ഇല്ലേ, അതുപോലെ ചാണകമൊക്കെ കോരി. അത് വേണം. അതെ, ഇതൊക്കെ തന്നെ. കയറ് പിടിച്ച് നടക്കാനേ എനിക്ക് പറ്റുള്ളൂ. നമ്മള് നല്ല കള്ളക്കടത്തിലെങ്ങാണ്ട് വന്നതാണോ? ഒരു കോളേജ് ചോദിച്ചിട്ട് അറിയണില്ലേ? അങ്ങനെ നവാഗതർക്ക് സ്വാഗതം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പേര് കാണിക്കാണ്ട് വേണമെങ്കിൽ അത് കാണിക്കാല്ലേ. ഈ ഗുദാമിലേക്ക് ഞാൻ എങ്ങനെ വരും? ഞാൻ വരില്ല, 100% ഞാൻ വരില്ല. വന്നാ തന്നെ നീ ഒരാഴ്ച തിരിച്ചെത്തും. ഇവിടേക്കാണ് എന്താ ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. എന്തോ പറയുന്നുണ്ട്. വാ വാ തുള്ളി വാ. നമ്മളിതാ കഴിഞ്ഞിരിക്കയാണ്. ഞാനും ഉള്ളിൽ പോയി എവിടെ സാധനം ഇവിടെ ചേർത്തി കഴിഞ്ഞതാ. ഫീസൊക്കെ അടച്ച്. അതെ. പക്ഷെ ഡിസപ്പോയിന്റഡ് ആയി ഞാൻ. അവര് കഫേയില് ചെയ്ത ആള് ഒരു മിസ്റ്റേക്ക് ചെയ്തു. ഒരു 40 മാർക്സ് അങ്ങോട്ട് കുറച്ചിട്ടാണ്. അത് 40 മാർക്ക് കുറച്ച്. ഇവിടെ മനുഷ്യന് മാർക്ക് കിട്ടാൻ എല്ലാരും ബുദ്ധിമുട്ടുമ്പോ ഉള്ള മാർക്ക് കൂടി കുറച്ചിട്ട് ഇൻഡെക്സ് പോയിന്റ്. ഇവിടെ മാർക്ക് എന്റെ മാർക്ക് കാണിച്ചു കൊടുത്തേ. +2 അതല്ലേ? കാണിക്ക്. ഓ, ഈ ഞാനും പഠിക്കുമ്പോ എങ്ങനെയാണ്, എനിക്കൊന്നും കാണിച്ചത് കുഴപ്പമില്ല. കാരണം എനിക്ക് വലിയ മാർക്കൊന്നും ഇല്ല എന്നല്ലേ. ഇവര് ഫുള്ള് A+ ആൾക്കാരാണ്. ഫുള്ള് A+ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പഠിക്കുന്ന നമ്മള് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാകുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാ. അതന്നെ അവിടെ എനിക്ക് പിന്നെ നമ്മളെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് ഫുള്ള് കാര്യങ്ങളും പിന്നെ എഴുതിയും എല്ലാം പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി. പിന്നെ എന്റെ അടുത്ത് മോളിലും കുട്ടികൾ വന്നിട്ട് അവര് ഇങ്ങനെ സംസാരിക്കുക, കാര്യങ്ങള് സെൽഫി എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഈ കുട്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തില്ലേ. അപ്പൊ ആ കുട്ടിക്ക് ഒരു താങ്ക്സ്. ഈ പേര് ചോദിച്ചാ കുട്ടീനെ? പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് BCom-ലാണ് പഠിക്കുന്നതെന്ന് മനസ്സിലായി. നീ എന്തിനാ? ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ. നിനക്കും എന്റെ മാതിരി തലയുള്ളതാണല്ലേ, ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ? അതെ. പക്ഷെ ഞാൻ BSc സ്റ്റാറ്റി പ്ലസ് ഡാറ്റ അനാലിറ്റിക്സ് ആ കൊടുത്തത്. പക്ഷെ എനിക്ക് ഇവിടെ ഇതില്ല. സ്കൂള് പുറത്തുണ്ട്. ഞാൻ ഒരു IHRD. അപ്പൊ അവരുടെ സ്കൂൾ പുറത്ത് തന്നെ ഉണ്ട്, കോളേജ് അപ്പുറത്തുണ്ട്, മറ്റേ സ്കൂൾ, ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, AUP ഉണ്ട്, എല്ലാം ഉണ്ട്. അതെ. ഇനി ബാക്കി പറഞ്ഞോ. അതായത് ഞാന്
BSc ഡാറ്റ അനലറ്റിക്സ് പ്ലസ് സ്റ്റാറ്റിക് ആയിരുന്നു കൊടുത്തത്. പക്ഷെ എന്താ എനിക്ക് ഇവിടെ ഞാൻ തേർഡ് ഓപ്ഷൻ ആയിട്ട് വെറുതെ കൊടുത്തതാ BSc കമ്പ്യൂട്ടർ സയൻസ്. ഇത് ഭയങ്കര ഡേഞ്ചറാ. ഞാൻ നേരത്തെ ഇവിടേക്ക് വന്നിരുന്നോ, വന്നപ്പോ പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് പതിയെ തന്നെ എടുക്കും. വണ്ടി റോക്കറ്റ് പോണമായിട്ടാണ് ഓട്ടോക്ക് പോയത്. ഇപ്പൊ തന്നെ ഇടിച്ചേനെ. ടൈമിങ് ഭയങ്കര ടൈമിങ്. അയ്യോ. ഓക്കെ, ഇനി ഞാൻ വീണ്ടും അത് പറയുന്നില്ല, അത് നിങ്ങൾ വിട്ടേക്കോ ഗൈസ്. അല്ല പറഞ്ഞല്ലോ, അതേണ്ടില്ലേ. അതായത് ഇങ്ങോട്ടുള്ള പ്രകൃതി രമണീയ ഉൾനാടുകളിലൂടെ ഒക്കെ അതൊക്കെയാണ്. പിന്നെ അവിടെ മെയിൻ ആയിട്ട് എന്താണെന്നറിയോ, അവിടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഈ അടുത്തുള്ള പിള്ളേരാ. ഇവിടെ അടുത്ത് ഈ സറൗണ്ടിങ്സിലുള്ള പിള്ളേരാ. കൂടി പോയാൽ അവര് പറഞ്ഞത് എവിടെയാന്നറിയോ, തിരുനാവായ ഉള്ള കൂടിപ്പോയാല് തിരുനാവായ വരെയുള്ള തിരുനാവായ വരെയുള്ള പിള്ളേരാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. പിന്നെ ഇതിന്റെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാര് അവരൊക്കെ പറയുന്നത് അവർക്ക് സിമ്പിൾ ആയിട്ട് നടക്കാൻ പറ്റുന്നതോ ഉള്ളൂ. ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇവിടുന്ന് അവിടം വരെ എത്താറുന്നു, അപ്പൊ പറഞ്ഞ് ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നടക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സത്യം, വളരെ വളരെ ഈസി ആയിട്ടാ പറഞ്ഞത് കേട്ടാ. പണ്ട് കാലങ്ങളിൽ ഞാനൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോയത് നടന്ന എന്റെ കോളേജ് ഞാൻ വൈറ്റിലയിൽ പഠിക്കുമ്പോ തമ്മനത്തുനിന്ന് ഞാൻ നടക്കും. അറിയോ, മാപ്പ് ഇടട്ടെ. എന്തൊക്കെയോ തള്ളുന്നുണ്ട്, അറിയില്ല. ഒരാൾക്ക് ഭയങ്കരമായ അലവിളിയും മുറയലും അങ്ങനെ എന്തോ പറയൂലേ, മുറവിളിയും ഒക്കെ കൂട്ടിയിട്ട് ഞാനൊരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഇത്ര നേരം പറഞ്ഞിട്ടാ കിട്ടിയതാ. എന്തായത് ഫൈനലി നിർത്തിയില്ലേ? അതെ, നല്ല വിശക്കുന്നുണ്ട്. നമ്മള് എന്നുമില്ല, എപ്പോഴും എങ്ങനെ ഉണ്ടാവുന്ന. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പോൾ നമുക്ക് നാടൻ ഫുഡിന് വേണ്ടിയത്. അപ്പൊ അതുകൊണ്ട് ചെറിയ ടൈപ്പ് നല്ല രസമുള്ള ഓരോ ഹോട്ടൽസോ അങ്ങനത്തെ എന്തെങ്കിലും വനിതാ മെസ് പോലത്തെ സംഭവങ്ങൾ നോക്കണ്ടേല് ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. നോർമലി നമ്മൾ ഉച്ചയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറാണ്. ഇന്ന് പിന്നെ കുറെ ആഗ്രഹം പറഞ്ഞപ്പോൾ മീൻ പൊരിച്ചോ. പക്ഷെ ഇന്ന് നോക്കിയപ്പോ എല്ലായിടത്തും വനിതാ മെസ്, എല്ലായിടത്തും ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലം, നല്ല ചോറൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള സ്ഥലം. പക്ഷെ ഇന്ന് നമുക്ക് വേണ്ടെന്ന മന്തി. യൂഷ്വലി കാണാം മന്തിന്റെ ബോർഡ് ആയിരിക്കും കൂടുതൽ കാണാം. പക്ഷെ ഒരു രീതിയിൽ ഇവിടെ സമ്മതിക്കാത്തതിനെ കൊണ്ട് നേരെ ഇന്ന് മന്തിക്കായിട്ട് തന്നെ പോകുന്നു. അങ്ങനെ ഹമാര ഖാന ആ ഗയാ. കേസേ ഹോ? ഉണ്ട്. ആദ്യം ഇവിടെ ടെസ്റ്റർ കണ്ണപ്പനായി നിൽക്കുന്നത്. പറ കേസുണ്ട്, ശരിക്കുണ്ട്. പക്ഷെ എനിക്ക് വലിയ അൽഫാമ്, എനിക്ക് പറ്റൂല. അത് ഞാൻ അതാ നോക്കുന്നത്. ആദ്യം ഞാൻ നോക്കുന്നത് അറിയോ, ആദ്യം തന്നെ ഇവിടെ ഇതിൽ കാണുമ്പോ ഇവിടെ എടുക്കുമ്പോ ചെറുതെടുക്കുന്നു. പഠിച്ചണേ, ഇതെന്താണിത്? നമ്മ പിന്നെ മനസ്സിലായത് ഓർഡർ സ്പൈസി നമ്മള് നമ്മുടെ അറമുഖൻ തട്ടുകട ചേട്ടന്റെ അടുത്തേക്ക് എത്തി അല്ലേ. ശ്രമകരമായ കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമ്മളിവിടെ ഫൈനലി നമ്മളിതാ എത്തി. അതിന്റെ ഇടയില് മൂപ്പര് നന്നായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. നന്നായിട്ടല്ല, കുറച്ചധികം ഇല്ല, ഉറങ്ങിയിട്ടില്ല. ഞാൻ ആകെ 5 minutes എന്തോ ഉറങ്ങി. അതൊരു ഡീപ് സ്ലീപ്പ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ മോർണിംഗ് എണീച്ചതുകൊണ്ട് ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. അപ്പൊ ഞാനോ ആരാ മോർണിംഗ് എങ്ങനെ ഒന്നുകൂടി പറഞ്ഞ? ഞാൻ മോർണിംഗ് എത്ര മണിക്ക്? ഞാൻ 6 മണിക്ക്, 11 മണിക്ക്, 10 മണിക്ക് എണീക്കണം. ഞാൻ 6 മണിക്ക് എണീറ്റ്. ഇവളോ 7, 8 മണിക്ക് എണീറ്റതും പിന്നെ പറയില്ല. എന്നിട്ട് ഞാൻ അതുവരെ ഡ്രൈവ് ചെയ്ത് അവിടുന്ന് ഇതുവരെ ഡ്രൈവ് ചെയ്ത് ഞാൻ ഡ്രൈവ് ചെയ്യണോ എത്ര വട്ടം ചോദിച്ചതാ. ഇതിലും പെട്ടെന്ന് എത്തിയേനെ തന്നെ. സത്യമായിട്ടും ഗൈസ്, ഇതിലും നേരത്തെ ഞാൻ ഡ്രൈവ് ചെയ്തേ എത്തിയേനെ. ഇപ്പൊ വീട്ടില് പോയാൽ എന്താ ചീത്ത വെക്കോ? എന്താ അവസ്ഥ? ഡ്രൈവ് ചെയ്തേനാ? അല്ല, എന്തിനെങ്കിലും നീ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് ഈ കുട്ടീനെ ചേർത്ത വിവരം നമുക്ക് ഉമ്മനെ ഒന്ന് അറിയിക്കണം. ഉമ്മനോട് ചോദിക്കാം നമുക്ക് എന്താന്നുള്ളത്. ഉമ്മന്റെ കുറച്ച് തഗ് കേൾക്കാലോ, എന്താന്നുള്ളത് നോക്കാം നമുക്ക്. കുറച്ച് ഉമ്മന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞോളൂ. സൈബ വരുന്ന നേരാണ്, ചിലപ്പോ സൈബനെയും കാണാം നമുക്ക്. വാ പോയോക്കാം. അങ്ങനെ ഫൈനലി നമ്മള് വീട്ടിലെത്തി. വാ സൈബ, ഇതൊക്കെ അന്ന മാത്രല്ല, ഇതാ പുതിയ ആളെയും കൂടി ചേർത്ത് സ്കൂളിൽ ചേർത്ത് വരാ. വണ്ടിന്റെ ബാക്ക് നോക്കി, നല്ല കളറല്ലേ അല്ലേ, നല്ല വൃത്തി. ഇത്രയും വൃത്തിയുള്ള വണ്ടി വേറെ ആർക്കും ഉണ്ടാവും കൂട്ടുകാരെ അല്ലേ. ഉമ്മ ദാ സ്കൂളിലാക്കിയ കുട്ടി.
ആ കരഞ്ഞി അത് കരഞ്ഞി കരഞ്ഞി കരുതു വാട്ടർ ബോട്ടിൽ മേടിച്ചോന്നില്ല വന്നില്ല. അതെന്തോ വർത്താനാണ് കുട്ടിയെ. വാട്ടർ ബോട്ടിൽ കൈ കൊടുക്കണ്ടേ? എങ്ങനെ വാട്ടിൽ ആ കഴുത്തിലിടുന്ന തയ്ച്ച് അങ്ങനത്തെ ടൈപ്പാ അവൾക്ക് വേണ്ടെന്നാ പറഞ്ഞേ. സൈബക്കുള്ള അങ്ങനത്തെ സൈബക്ക് സ്വിച്ചിട്ടാ തുറക്കണം. സ്വിച്ചിട്ടാ തുറക്കണേ. കഴിഞ്ഞ വീഡിയോ തന്നെ ഇവിടെ പറഞ്ഞിട്ട് ഇന്റർവ്യൂല് എനിക്ക് ഇനി കേൾക്കാത്തതൊന്നുമില്ല. കാരണം എന്റെ അമ്മായിമ്മ കുറച്ച് ഇവിടെ അച്ചടക്കം പഠിപ്പിക്കാൻ അത് സംഭവം സത്യം. ഞങ്ങൾ നല്ലോണം കൊടുക്കാം. അല്ല സെയ്മന് അച്ചടക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ബേജാറാവണ്ട. അയാൾക്ക് ദിവസം കിട്ടും. അതിനുള്ള പ്രായത്തിലായി വരുന്നല്ലോ. അച്ചടക്കം കിട്ടുന്നുണ്ട്. വിചാരം ജൈബിനെടുത്ത് നമ്മളൊന്നും അല്ല 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 ഇവരെ മുന്നിൽ നമുക്ക് ഓളെ അടിക്കണ കാണിക്കാൻ ചീത്ത പറയുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? എല്ലാ വീട്ടിലും നടക്കണ പോലെ തന്നെ പറയൂ. കുട്ടീനെ എങ്ങനെ ചെയ്യരുത്, കുട്ടിക്ക് ഇത് ട്രോമ ആവും, മറ്റേതാവും, ഇതാവും എന്നുള്ളത്. അതല്ല ഈ ഞാനും ഇപ്പം പറയണ മാതിരി വേറൊരാളും ആ പ്രായത്തിലുള്ള കുട്ടികളോട് പറയണ്ടാവില്ല. പക്ഷെ ക്രൂരന്മാരില്ലേ, ക്രൂരന്മാര് ഇവരടുത്തേക്ക് ഓടും, മേലേക്ക് ഇവരടുത്തേക്ക് ഓടുക ചെയ്യാൻ. അതിന്റെ അടുത്തേക്ക് എന്തെങ്കിലും പ്രശ്നമോ പഠിത്തത്തിന്റെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോട്ടെ കളിക്കാൻ പോട്ടെ എന്നൊക്കെ എന്നോ പറയും. ഞാൻ കളിക്കാൻ വിടൂല എന്ന് പറഞ്ഞാല് പഠിച്ചു കഴിഞ്ഞേ വിടുള്ളൂ, അല്ലെങ്കിൽ ഇതനുസരിച്ചേ വിടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരടുത്തേക്ക് പോകും. ആ ഒരു കഴിച്ചിലാവലാണ്. ചേർത്തിയോ കേറി എന്താ പുറത്ത് നിൽക്കണ ഞാൻ അതാവും അടുത്തത്. നിങ്ങളെങ്ങനെയും കൊടുന്നാ മതി. അതെ ആ അവസ്ഥ ആയിരിക്കണല്ലേ. ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത കോലത്തിലായി. അതെ സിങ്കി നന്നായി, ബേജാറാവണ്ട. സിങ്കി നന്നായി. സിങ്കി ഇനിയിപ്പൊ ക്ലാസ് പോവാൻ തുടങ്ങി. ഞാനവിടെ വന്ന് കൊണ്ടാക്കാൻ പോണത് ആണല്ലേ. ഇത് എവിടെയാന്ന് അറിയോ? ഇനിയിപ്പോ പേടിക്കേ വേണ്ട, റോഷനെ കാണാൻ വരാൻ പോലും പറ്റില്ല. അല്ല അവിടെ ഹോസ്റ്റലിൽ നിൽക്കുക. ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഓൾക്ക് ഭയങ്കര ഇഷ്ടായി. ഭയങ്കര ഫുൾ ഹൈടെക് സിറ്റിയാ. അവിടെ IT ഏരിയയാണ്, ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല കുറ്റിപ്പുറത്തേക്ക് ഇവിടുത്തെ ട്രെയിൻ പോയാ പോരെ? അതെന്തായാലും നടക്കൂല. ഇതവിടെ എത്തണം. ട്രെയിനും തേങ്ങൊന്നുമല്ല. അവിടെ എത്തിയിട്ട് മെയിൻ റോഡിൽ എത്തിയിട്ട് എടപ്പാളിൽ എത്തിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് എത്തണം. പൊട്ടൂല. ഞാൻ പൊട്ടിച്ചോക്കട്ടെ. പൊട്ടിക്കണ്ട. എക്സ്പീരിയൻസ് എന്താണ് അതിന് പറയാ? അത് ചെയ്ത് നോക്കണോ? എക്സ്പെരിമെന്റൽ. എന്താണ് എന്തിന് അവള് പഠിക്കണില്ല. സൈബ പഠിക്കണേ ഇല്ല. പഠിക്കാനുള്ളടത്തോളം പോണോക്ക് പോണ് പോലെ സൈബ. ഓക്കെ, അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. ഞാൻ ഭയങ്കര ക്ഷീണിതനാണ്. എനിക്ക് ഇനി ബെഡ് കണ്ടാൽ മതി. എന്നെ വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടയാക്കി തന്നോട്ടെ. എനിക്ക് പറ്റൂല മോളെ. ഞാൻ ഒരു പൊടിക്ക് പെടുന്ന അനങ്ങൂല. എനിക്ക് പറ്റൂല ലമ്മ. അങ്ങനെ പറയരുത്. കാരണം നമുക്ക് തിരിച്ചേൽപ്പിക്കണം. ഇങ്ങോട്ട് കൊണ്ടുവന്നനുസരിച്ച് അങ്ങനെ പറഞ്ഞാല് കുഴപ്പമില്ല. അത് വരെ അവിടെ കൊണ്ട് ഏൽപ്പിക്കണല്ലേ? എടുത്ത സാധനം എടുത്ത സ്ഥലത്ത് കൊണ്ട് വെക്കുക. ഡെലിവറി ചെയ്യണം അവിടെ. അതെ. ഇവളെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോ എന്നോട് പറയണ്ടേ? അല്ല നിങ്ങളല്ല രാവിലെ എന്നെ എണീപ്പിച്ചു വിട്ടത്. അതൊക്കെയാണ് സംഭവമൊക്കെ ശരി. പഴം പാട്ടിയതും കോഴിമുട്ടിയൊക്കെ തന്നു ഞാന്. പക്ഷെ ഇതിനാണെന്നുള്ള അറിയില്ലായിരുന്നു. ഹൗസിംഗിനായിട്ട് പോണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്കൊരു അഡ്മിഷൻ എടുത്തുകൂടിയെന്നാ. എന്തിന് അവിടെ അടിച്ചു വരുന്ന പനി മേടിക്കോ? അതിന് അഡ്മിഷൻ വേണോ? ഞാനും ഡിഗ്രി പഠിക്കട്ടെ. കാരണം ഇവരെ മരിയക്കളുടെ പിടിച്ചിക്കണ്ടേ? ഇവര് ഇംഗ്ലീഷിന് എനിക്ക് നമുക്ക് അറിവില്ലാന്നറിയോ? ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു വിഷയാന്ന് മാത്രം ഇംഗ്ലീഷ്. അതുകൊണ്ടാണ്, അല്ലാതെ അറിയാഞ്ഞിട്ടും അതിന്റെ മലയാളം അത് അത്ര ഇഷ്ടമില്ല. എന്താ മലയാളം എഴുതും വായിക്കൊക്കെ വേണ്ടേ? അപ്പൊ എന്താ ഇഷ്ടം? മാത്സോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയം ഹിന്ദിയാണ്. അതും അറിയില്ല. അതും ഇഷ്ടമില്ലായിട്ടാണ്, അറിയായിട്ടല്ല. ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട്. പക്ഷെ ഡിഗ്രി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മരിയക്കള് വരുമ്പോ ഓലെ പഠിപ്പിനെ കാട്ടി എപ്പോഴും അമ്മായിമ്മമാരെ പഠിപ്പ് ഒരു പണത്തൊക്കെ മുന്നിൽ നിക്കണം എന്നാണ് വിചാരിച്ചത്. ഈ കാര്യം ഒന്ന് തീരുമാനാക്കി കൊടുക്കട്ടോ. എന്താ വെച്ചാല് വേറെ കാര്യമുണ്ട്. ഇവരെ കൊണ്ട് ട്യൂഷൻ എടുപ്പിക്കാം. എന്നിട്ട് ഇവർക്ക് തന്നെ പാറായാ മതി. അതെ ഐഡിയ. ഓരോ ബുദ്ധി നിങ്ങളെ ബുദ്ധി രണ്ടും കൂടി ചേർന്ന വലിയ ബുദ്ധിയാവും. ഇപ്പൊ ഉള്ളതിനെ കൊണ്ട് തന്നെ കുടുങ്ങി നിൽക്കണം. ഉള്ള ബുദ്ധി കൊണ്ട് തന്നെ. എന്നിട്ട് അതില് കൂട്ടാനാ മതി. നിങ്ങൾ അവിടെ ഇരുന്നാ മതി. ഇവിടെ ഇംഗ്ലീഷ് അറിയുമെന്ന് ചോദിക്കുക അവളോട്. എന്നിട്ട് ഇവർക്ക് ഇംഗ്ലീഷ് അറിയുന്നുണ്ടെങ്കിൽ റാഷിന്റെ പെണ്ണുങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതിന് എടുക്കണം. പക്ഷെ ഓനക്ക് സാലറി കൂടുതൽ വേണാനും. അപ്പൊ അതങ്ങനെ കിട്ടുന്നതാണ്. ഓനെ രാജസ്ഥാനിൽ നിന്ന് കിട്ടില്ല, ഇന്ത്യയിൽ അറിയുള്ളൂ. ആ ഭാഗത്ത് നിന്നൊക്കെ എടുക്കുക. ആ ഭാഷക്കാർ ഞാൻ പിന്നെ അങ്ങനെ രണ്ടാളും ഞാൻ മെയിനായിട്ട് പോയത് റാഷിക്ക് ഒരു പെണ്ണ് നോക്കാൻ വേണ്ടിട്ടാണ്. ഇവള് മക്കളെ പ്രായമുള്ളവരെ കൂടെ ഇരുന്നിട്ട് പഠിക്കാൻ പോണേ. മോഡിഫൈ ചെയ്യാൻ ആൾക്കാരെ നോക്കിയായിരുന്നു. അതെ
നിങ്ങൾക്ക് പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ സിംഗിനെ നമ്മൾ ഇതാ അവിടെ ചേർത്ത് ടെമ്പററി ചേർത്ത് അടുത്ത അലോട്ട്മെന്റിൽ ഇവിടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ കോളേജോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ, പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. അപ്പൊ ഇപ്പൊ അതല്ല ആയിരിക്കുന്നത്. എന്താണ് സേവരെ പറഞ്ഞയക്കണേ, ഇനിയിപ്പോ വെളി മാറ്റി പറഞ്ഞയക്കണ 2 മാസം കഴിഞ്ഞ ഓളെ അങ്ങോട്ട് കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാ. ഇതിപ്പോ ചോറ് മാത്രം ഇപ്പൊ മാറ്റി പിടിച്ച് 2 ചോറൊക്കെ ആക്കി കൊടുക്കണപ്പോ ഞാനേ ഇതിപ്പോ പണിയായത് നിങ്ങൾക്കാണ്. പഠിച്ചവനെ എനിക്ക് പണി കിട്ടി. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.